മതമാണ് 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 പ്രശ്നം. മതമാണ് 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 പ്രശ്നം. മതമാണ് 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 പ്രശ്നം. മതമാണ് 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 പ്രശ്നം. മതമാണ് 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 പ്രശ്നം. മതമാണ് 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 പ്രശ്നം എന്ന് പ്രസംഗിച്ചത് കെ എം ഷാജി അല്ലേ? പിന്നെ മതമാണ് മതമാണ് പ്രശ്നം എന്ന് കെ എം ഷാജി പറഞ്ഞു. ആ പ്രസംഗം മൊത്തം കേൾക്കണം. നിങ്ങൾ വഖഫ് അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോ, നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോ, നിങ്ങൾ അതുപോലെ ഈ രാജ്യത്തെ മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് മതം മാനദണ്ഡമാക്കി നിയമങ്ങൾ കൊണ്ടുവരുന്ന കാലത്ത് കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെ പറയുന്നതാണ് മതമല്ല 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 പ്രശ്നം എന്നാ കേട്ടോ. ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ബാക്കി എല്ലാവർക്കും മതാവല്ലേ, ബാക്കി എല്ലാവർക്കും അവന്റെ സ്വത്വബോധമാവാം. എന്നാൽ കൊക്കിലെ ശ്വാസം നിലക്കുന്നവരെ മതം തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പ്. ഞങ്ങളെ മനുഷ്യരാക്കിയത് മതമാണ്. ഈ കെ എം ഷാജി പറഞ്ഞത് ഒരു വർഗീയ പ്രസംഗമല്ല. കെ എം ഷാജി അദ്ദേഹത്തിന്റെ മുസ്ലിം സ്വത്വബോധത്തിൽ നിന്നൊരു കാര്യം പ്രസംഗിക്കുമ്പോൾ മറ്റേതെങ്കിലും മതവിഭാഗത്തിലുള്ള മനുഷ്യരെ വേട്ടയാടണമെന്നും അവരുടെ താലിച്ചരട് പൊട്ടിക്കണമെന്നോ അല്ലെങ്കിൽ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലോ ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവനവന്റെ മതത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതാണ് വർഗീയവാദം. അവനവന്റെ മത സ്വത്വബോധത്തിൽ നിന്ന് സംസാരിക്കുന്നതിൽ എന്താ തെറ്റ്? ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്ന കാര്യം തന്നെയാണ്. ഞാൻ ക്രൈസ്തവരെ കുറിച്ച് പ്രസംഗിക്കാറുണ്ടല്ലോ. അത് എന്റെ രാഷ്ട്രീയ ബോധ്യം എന്നുള്ളത് പോലെ തന്നെ എന്റെ മതപരമായ വിശ്വാസ ബോധ്യം കൂടിയാണ്. അതിനുള്ള കപ്പം നിങ്ങൾക്ക് തരേണ്ട കാര്യമില്ല. അപ്പൊ കെ എം ഷാജി പറഞ്ഞ കാര്യത്തെ മിസ്കോട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പാടില്ല. മതമാണ് 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 പ്രശ്നം എന്ന് പറയുന്ന കെ എം ഷാജി ഈ സെക്കുലറൊക്കെ അടിച്ചിട്ട് വരുന്ന ആളാണ്. അതെ അതെ. ഇത് എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുക? മതമാണ് പ്രശ്നം എന്ന് പറയുന്നത് എന്താ തെറ്റെന്ന് എനിക്ക് തോന്നുന്നത്. മതമല്ല പ്രശ്നം എന്ന് പറയുന്നത് തെറ്റ്. കാരണം 4599 ജാതി മതങ്ങളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ മതമാണ് പ്രശ്നം. മതത്തിന്റെ പേരിലാണ് കൊല്ലുന്നത്, മതത്തിന്റെ പേരിലാണ് വിഭജിക്കപ്പെടുന്നത്. രാജ്യം വിഭജിക്കപ്പെട്ടത് മതത്തിന്റെ പേരിലാണ്. മതത്തിന്റെ പേരിലാണ് മനുഷ്യന്റെ ഭക്ഷണത്തെയും വസ്ത്രത്തെയും തീരുമാനിക്കുന്ന ഒരു രാജ്യത്ത് മതമല്ല പ്രശ്നം എന്ന് പറയുന്ന പോലെ ഒരു പൊട്ടത്തരല്ല. എന്റെ വിശ്വാസത്തെ ഒന്നിന്റെ പേരിലും അടിയറ വെക്കാൻ ഞാനൊരുക്കല്ല. ഞാനെന്നല്ല, ഇന്ത്യയിലെ ഒരു മതസമൂഹം ഒരുക്കല്ല. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് മതം നോക്കി മനുഷ്യരെ ഈ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന, അതായത് മുസ്ലിങ്ങളാണ് എന്ന ഒറ്റ കാരണത്താൽ പല കാരണങ്ങൾ പറഞ്ഞ് പശുക്കടത്ത് തുടങ്ങിയുള്ള നിരവധി കാരണങ്ങൾ ഉന്നയിച്ച് മുസ്ലിം അല്ലാത്ത ആളെ പോലും, മുസ്ലിമാണെന്ന് സംശയിക്കുന്ന ആളെ പോലും തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത്, ഒരു രാജ്യത്ത് നിന്ന് മതമാണ് പ്രശ്നമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അങ്ങനെ പറയണ്ടേ? അവരുടെ മതം കൊണ്ടാണല്ലോ അവർ ആക്രമിക്കപ്പെടുന്നത്. അത് നിർബന്ധമായി അവർ പറയേണ്ട കാര്യം അതാണെന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവ മതമാണ് പ്രശ്നം എന്നുള്ളത് ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഒരു ന്യൂനപക്ഷ സമൂഹത്തിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. ദലിതര് ജാതിയാണ് പ്രശ്നം എന്ന് പറയുന്നില്ലേ? ജാതി വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ജാതി അടിസ്ഥാനത്തിൽ ദലിതരെ അതിക്രൂരമായ രീതിയിൽ ഇന്നും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രൂരമായി കൊല ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ, പലതരത്തിലുള്ള ദുരഭിമാന കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ജാതിയാണ് പ്രശ്നം എന്നവർ പറയണ്ടേ? അതുപോലെ തന്നെയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചും ക്രൈസ്തവരെ സംബന്ധിച്ചും മതം ഒരു പ്രശ്നം തന്നെയാണ്. മതമാണ് 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 പ്രശ്നം എന്നതല്ല ഞങ്ങളെ നയിക്കുന്ന മുദ്രാവാക്യം. അത് മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം എന്നതാണ്. മതമല്ല, വിശപ്പാണ് അത്രേ പ്രധാനം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ക്രിസ്തു പറയുന്നുണ്ട്. കുറെ തിന്നാൻ കൊടുത്താൽ മതി. ഇവരെന്നെ ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മതമല്ല, വിശപ്പാണ് അത്രേ പ്രശ്നം. അതാ കുറെ കപ്പ പുഴുങ്ങി എല്ലാവർക്കും കൊടുത്ത് കേരളത്തിന്റെ പ്രശ്നം തീർക്കാൻ പറ്റും. ഇതല്ല, ഇറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി. ഇത് അന്തസ്സിന്റെ പ്രശ്നമാണ്. മനുഷ്യന് വെറുതെ ജീവിച്ചാൽ പോരാ, അന്തസ്സായി ജീവിക്കണം. അന്തസ്സായി ജീവിക്കാൻ ഇന്ത്യക്കകത്ത് മുസ്ലിങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഇവർ സമ്മതിക്കണം. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് പാടി ഒരു ജനതയെ വഞ്ചിക്കാമെന്ന് വിചാരിക്കരുത്. കമ്മ്യൂണിസ്റ്റ് ആയാലും കൊള്ളാം, ആരായാലും കൊള്ളാം.